ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠര രാജീവരുടെ ജാമ്യ ഹർജി വാദം കേൾക്കുന്നതിന് വേണ്ടി മാറ്റിവച്ചിരിക്കുകയാണ്. വിശദമായ വാദം ഈ മാസം 9-നായിരിക്കും നടക്കുക. SIT റിപ്പോർട്ട് തിങ്കളാഴ്ച കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും. രാഹുൽ ജി നാഥുണ്ട്. രാഹുൽ, കോടതി നടപടികൾ വേഗത്തിൽ അവസാനിക്കുകയായിരുന്നു. അത് അങ്ങനെ തന്നെയാണ്. കാരണം SITയുടെ റിപ്പോർട്ട് ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് ചൂണ്ടിക്കാട്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ തിങ്കളാഴ്ച SIT റിപ്പോർട്ട് ലഭിച്ച ശേഷം വിശദമായ വാദം അത് കേൾക്കാൻ ഒരുങ്ങുകയാണ്. ഏറ്റവും പ്രധാനമായി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതിഭാഗം പറഞ്ഞത് ദ്വാരപാലക ശില്പങ്ങളുടെ കേസും ഒപ്പം കട്ടിലപ്പാളി കേസ് രണ്ടും ഒരുമിച്ച് പരിഗണിക്കണം, ജാമ്യ ഹർജിയെ ഒരുപോലെ പരിഗണിക്കണം എന്നാണ് പറഞ്ഞത്. കോടതിയും അത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്. 9-ാം തീയതി രണ്ട് കേസുകളിലും വിശദമായ വാദം കേൾക്കും ശേഷമാകും ജാമ്യ ഹർജിയിൽ തീരുമാനമുണ്ടാകുക. അപ്പോൾ SITയുടെ റിപ്പോർട്ടിനായുള്ള കാത്തിരിപ്പാണ്. ആ റിപ്പോർട്ട് ലഭിച്ച ശേഷമാകും കാര്യങ്ങൾ വ്യക്തതയുണ്ടായി കുറച്ചുകൂടി മുന്നോട്ട് പോകുക എന്ന ഒരു അഭ്യർത്ഥനയും ആ ഭാഗത്തുനിന്നുണ്ടായി. അങ്ങനെയാണ് എന്തായാലും തിങ്കളാഴ്ച SIT റിപ്പോർട്ട് സമർപ്പിക്കുന്ന തരത്തിലേക്ക് വരുന്നത്. മുൻപ് നമ്മൾ കണ്ടതുപോലെ ഒരു സ്വാഭാവിക ജാമ്യം ലഭിക്കുന്ന തരത്തിലേക്ക് പോകാനുള്ള സാധ്യത, അങ്ങനെ പോകുകയാണെങ്കിൽ തന്നെ അത് പെട്ടെന്ന് നടക്കാനുള്ള സാധ്യതയില്ല. കാരണം തന്ത്രിയുടെ അറസ്റ്റിലേക്കൊക്കെ പോയ ഘട്ടവും അന്ന് ശേഖരിച്ച തെളിവുകളുമെല്ലാം നമ്മൾ കണ്ടതാണ്. അതിൽ വലിയ ചർച്ചയായതാണ്. കാരണം ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന ആളുകൾക്കപ്പുറത്തേക്ക് തന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് വലിയ പങ്കുണ്ട് എന്ന പ്രചാരണവും അതുമായി ബന്ധപ്പെട്ട കണ്ടെത്തലും SIT നടത്തിയിരുന്നു. ഏറ്റവും പ്രധാനമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളാണ്. ആദ്യഘട്ടത്തിൽ പോറ്റിയെ അറിയില്ല എന്ന് പറഞ്ഞ പ്രസ്താവനയൊക്കെ ഇങ്ങനെ മുന്നിലുള്ളപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ പ്രതികരിച്ചു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ബാക്കി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ തന്ത്രിയുടെ ഈ കേസിൽ തന്ത്രി പ്രതിയാണ് എന്ന് പറയുന്ന ആ വസ്തുതകൾ അതെങ്ങനെയാണ് വന്നത് എന്ന പരിശോധന ഉണ്ടാകും. ഒപ്പം SITയുടെ റിപ്പോർട്ട് തിങ്കളാഴ്ച സമർപ്പിക്കുന്നതോടുകൂടി കാര്യങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തതയുണ്ടാകും. വിശദമായ വാദം ഫെബ്രുവരി 9-ന് കേട്ട ശേഷമാകും ഈ രണ്ട് കേസുകളിലും തീരുമാനം. ഇപ്പോൾ ജാമ്യമില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠര രാജീവരുടെ ജാമ്യ ഹർജിയിലാണ് വിശദമായ വാദം കേൾക്കുന്നതിനായി ഈ മാസം 9-ലേക്ക് കോടതി മാറ്റിവച്ചിരിക്കുന്നത്. രാഹുൽ ജി നാഥാണ് കൊല്ലത്തുനിന്ന് വിവരങ്ങൾ നൽകിയത്.